ഹലോ, ഗുഡ് മോർണിംഗ് ടു ആൾ. വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. മോർണിംഗ് വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ചെറിയൊരു വിളവെടുപ്പും പിന്നെ എൻ്റെ മുറ്റത്തുള്ള കുറച്ച് പ്ലാന്റ്സിനെയൊക്കെ, വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിനെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന കുറച്ച് വീഡിയോസ്, കഴിഞ്ഞൊരു ദിവസത്തെ ഒരു വീഡിയോയിൽ കുറച്ച് ചീരയുടെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, പോട്ടിങ്ങും അതിൻ്റെ പിരിച്ചു നടുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചീരകളാണ് ഞാനിന്ന് വിളവെടുക്കാനായിട്ട് പോകുന്നത്. അതെല്ലാം മെച്യൂർ പ്ലാന്റ്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവയാണ് ഞാനിന്ന് വിളവെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വിളവെടുക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെയാണ് കത്രിക വെച്ച്, തീരെയും കീഴോട്ട് വെച്ച് വെട്ടുന്നില്ല. തീരെയും കീഴോട്ട് വെച്ച് വെട്ടിയാൽ പിന്നെ അതിൽ നിന്ന് പുതിയ ഇത് വരത്തില്ല. ഇനി അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി മേളിൽ വെച്ച് വെട്ടുകയാണെങ്കിൽ പുതിയ ബഡ്സൊക്കെ വന്നിട്ട് വീണ്ടും ചീര ഉണ്ടാവുന്നതാണ്, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇച്ചിരി കൂടെ പാകാവാനായിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നോക്കി ഏതാണ്ട് 2 പിടിയോളം ചീര എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ജൈവ കൃഷി രീതിയിൽ മാത്രം ഫോളോ ചെയ്ത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചീരയാണ്. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ തന്നെയാണ്. നമ്മൾ ലീഫി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ചീരയെന്ന് പറയുന്നത്. ഇത് നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്കയുടെ വിളവെടുപ്പിലോട്ട് നോക്കാം. അതുവരെ ഇനി ഞാൻ പിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ അസുഖങ്ങളൊക്കെ വന്നിട്ട് ഞാനെല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം പുതുതായിട്ട് പിന്നെ വീണ്ടും കിളിച്ച് വന്നവരാണ് ഇവർ. കോവയ്ക്കയ്ക്ക് ഞാൻ കൊടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ ഒരു വീഡിയോ ഇനി ചെയ്യുന്നതാണ്. അപ്പം നമുക്കിപ്പം നമ്മുടെ വിളവെടുപ്പൊന്ന് പൂർത്തിയാക്കാം. കോവയ്ക്ക നമുക്ക് മെഴുക്ക് പുരട്ടിയും ഫ്രൈ ഉണ്ടാക്കിയൊക്കെ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, ഡിഷാണ്. അതെനിക്ക് കോവയ്ക്ക എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കോവയ്ക്കയുടെ ഡിഷസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നോക്കിയേ, ഇത് നമ്മുടെ കാന്താരി മുളകാണ്. ഇത് നീല കാന്താരിയാണ്, ഒരു വെറൈറ്റിയാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പം നമുക്കിതൊക്കെ പഴുത്തൊക്കെ നിൽപ്പുണ്ടേ, പഴുത്ത് നിൽക്കുന്നുണ്ടോ? നമുക്കിതൊന്ന് വിളവെടുക്കാം. വിളവെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പോർഷൻ മുളവിൽ നിർത്തിയിട്ടെടുക്കരുത്. ഞെട്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, അത് കമൻ്റ് ഇടണേ. അത് മൊത്തത്തിൽ പിച്ചിഞ്ഞെടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും പുതിയ മുളവ് പിന്നീട് കിളിച്ച് വരത്തില്ല. അതിങ്ങനെ സൂക്ഷിച്ച് തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. ഈ പ്രഷറൊക്കെ ഉള്ളവർക്ക് കാന്താരിയുടെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിത് പിച്ചിയെടുക്കുവാണേ. ഇത് മറ്റൊരു വെറൈറ്റി മുളവാണ്, ഉണ്ട മുളവെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിലിടണേ. ഇത് പഴുത്തിട്ടുണ്ട്. ഇത് ഞാൻ വിത്തിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് വേണമെന്ന്. അവൾക്കായിട്ട് ഞാൻ വിത്തിനായിട്ട് ഇത് നിർത്തിയിരിക്കുമായിരുന്നു. ഇത് അടുത്ത് നമുക്കിതാണ് എടുക്കാനുള്ളത്. ഇത് നമ്മൾ മീൻ കറിയിലൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. സാലഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റി, ചമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളകാണിത്. കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഗേറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള മുറ്റത്തിൻ്റെ ഒരു വ്യൂ. ഇവിടെയെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് മാത്രമല്ല, പ്ലാന്റ്സ് ഉണ്ട്, ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, അല്ലാണ്ട് ഇങ്ങനെ ഷോയിങ് പ്ലാന്റ്സ് ഉണ്ട്, ഔട്ട്ഡോർ ആയിട്ടുള്ള ഷോയിങ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ എൻ്റെ കുറേ ഫ്രൂട്ട് ട്രീസ്, ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് നട്ട് വളർത്തിയ ഫ്രൂട്ട് ട്രീസാണ്. നമ്മളിവിടെ വീട് വയ്ക്കുമ്പോഴത്തേക്ക് ഇത് വെറും ഒരു തരിശ് ഭൂമി കണക്കത്തൊരു സ്ഥലമായിരുന്നു. ഇവിടെ മൊത്തം കുന്നായിരുന്നു, പാറക്കുന്നായിരുന്നു. ആ പാറക്കുന്നിൽ നിന്ന് കുറേ എബൌട്ട് ഒരു 75 അത്രയും ലോഡ് മണ്ണൊക്കെ ഇളക്കി മാറ്റിയിട്ട് ഈ പൊക്ക സ്ഥലം താത്തിയിട്ടാണ് വീട് വെച്ചത്. അപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞു. പിന്നെ വീട് വെച്ചപ്പോൾ ഒന്നുമില്ല, വെറും ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നൊരു സ്ഥലം. അതിൻ്റെ അകത്ത് പിന്നെ ഇൻ്റർലോക്ക് മുറ്റിയിട്ട് അപ്പോഴത്തേക്ക് പിന്നെ കുറേ സ്പേസുകൾ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഈ മരങ്ങളും ഇതൊക്കെ ഫ്രൂട്ട് ട്രീസും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. ആരും സഹായത്തിനില്ലായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത് ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒരു ദിവസമായിട്ട് നമുക്കൊരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല എൻ്റെ പ്ലാന്റ്സിനെ കുറിച്ച്. കാരണം പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്തിരി തോനെ പറയാനുണ്ട്. അത്രത്തോളം സ്നേഹമാണ് ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും എനിക്കുള്ളത്. അത്ര കെയർ ചെയ്ത് നമ്മളെ കൊച്ചുങ്ങളെ പോലെയാണ് ഞാൻ ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് കൊണ്ട് നട്ട ഒരു മാവാണ് കേട്ടോ. ഈ മാവ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 8 വർഷമൊക്കെ കഴിയും. മാങ്ങയൊക്കെ ഇഷ്ടം പോലെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ടായിരുന്നു 2 ആഴ്ചയോളം. ആ സമയത്ത് എനിക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റാണ്ട് ഇന്ന മണ്ടേ അറ്റം കരിഞ്ഞുപോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ വീണ്ടും അതിൻ്റെ ചുറ്റുന്നൊക്കെ ഇങ്ങനെ കിളിച്ച് വന്നിട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ആൾ നിൽക്കുകയാണ്. മാങ്ങയൊക്കെ തരാറുണ്ട്. ഇന്നലെയും കൂടി ഞാനൊരു മാങ്ങ ഇതിൽ നിന്ന് പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡ് ഞാൻ ഇന്ന് കാണിക്കാം. ഇത് മാവ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാമൊന്നും കാണിക്കുന്നില്ല. എൻ്റെ ഫേവറേറ്റ്സുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതെൻ്റെ തെച്ചി, നിറയെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ തെച്ചി ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുള്ളൊരു തെച്ചിയാണ്. ഇത് തെച്ചി. പിന്നീട് ഇതൊരു ചെമ്പരത്തി. അതൊക്കെ ഞാൻ ഈ ഇടയ്ക്കൊന്ന് കോതി നിർത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൂവുണ്ടോ, ഒത്തിരിയും പൂ പിടിക്കും. ഇപ്പം ഞാനൊന്ന് കോതി നിർത്തിയിരിക്കുവാണ്. ഉണ്ടോ, മണ്ടേന്നൊക്കെ കോതിയൊക്കെ നിർത്തിയിരിക്കുവാണ്. പിന്നീട് ഇത് വേറൊരു വെറൈറ്റി ചെമ്പരത്തി. പിന്നെ ഇത് ഒരു മൾബറിയാണ്. മൾബറി അറിയത്തില്ലേ? മൾബറി ഞാൻ ഇവിടെ തറയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയൊരു ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് നട്ടി വെച്ചിരിക്കുകയാണ് മൾബറി. പിന്നീട് ഇതൊരു റെഡ് കളർ അഗസ്തിയാണ്. ഇത് ഹൈബ്രിഡ് തൈയാണ്. അതുകൊണ്ട് ഇപ്പോഴേ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഇതൊരു കറിവേപ്പാണ്. ഇത് എൻ്റെ നാട്ടുമുല്ല. കുറേ പൂ പിടിക്കും. നാട്ടുമുല്ലയാണെങ്കിൽ ഞാനിത് പ്രൂൺ ചെയ്ത് നിർത്തുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക സീസണിലും എനിക്ക് പൂവുണ്ടാവാറുണ്ട്. ഞാനിവിടെ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിൽ വയ്ക്കും. പിന്നെ മോൾക്ക് തലയിലൊക്കെ കെട്ടി വയ്ക്കാനൊക്കെ ഈ പൂ എടുക്കാറുണ്ട്. ഇത് പിന്നെ എൻ്റെ അലോവേര, കറ്റാർവാഴ തോനെയുണ്ട്, എന്നാലും ഞാൻ ചിലതേ കാണിക്കുന്നുള്ളൂ. പിന്നീട് ഇത് എൻ്റെ വേറൊരു കറിവേപ്പ്. ഞാൻ ചട്ടിയിൽ നട്ട് വളർത്തിയിരിക്കുന്നതാണ്. തഴച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടില്ലേ. പിന്നീട് ഇത് ഒരു മഞ്ഞ അരളി. അമ്പലത്തിലൊക്കെ പോകുമ്പം പൂവൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ നിർത്തിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ചീരയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടേ. പിന്നെ ഇതൊരു മഞ്ഞ തെച്ചി. പിന്നീട് ഇത് എൻ്റെ ഒരു ഫേവറേറ്റാണ്, വെള്ള കളർ മൊസാണ്ടം. ഇത് ഫേവറേറ്റ് ഐറ്റമാണ്. പിന്നെ ഇത് നമ്മുടെ കനകാംബരം. അറിയാമല്ലോ, പണ്ടേ ഉള്ളൊരു ചെടിയാണ്. നാട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു ചെടിയാണ്. ഇപ്പോൾ അതിൻ്റെ പൂവെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഇതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഇതൊക്കെ എനിക്ക് വളരെ ഞാൻ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് നട്ടൊരു ചെടിയാണ്. ഇതാണ് നമ്മുടെ പവിഴമല്ലി. ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പാട്ട് പാടുമല്ലോ, പവിഴമല്ലി പുഞ്ചിരിച്ച. ബാക്കി ഞാൻ മറന്നുപോയി, സോറി. ഫസ്റ്റ് ലൈൻ്റെ കുറച്ച് എനിക്കറിയത്തുള്ളൂ. കുറേ പാട്ടുകൾ അറിയാം, പക്ഷേ ഞാനത് പാടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നണ്ടേ. ഞാൻ പാടുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് അവൾ പാട്ട് പറയുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനതിലൊന്നും വിഷമമൊന്നുമില്ല. ഞാൻ എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. എനിക്ക് മറ്റുള്ളവർ എത്രത്തോളം കളിയാക്കും, എന്നാലും ഞാൻ വീണ്ടും പാടും കേട്ടോ. ഇതെൻ്റെ പവിഴമല്ലി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട്. ഇപ്പോഴെല്ലാം പൂവൊക്കെ ഉണ്ടായിട്ട് അത് പ്രൂൺ ചെയ്യാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അമ്പലത്തിലൊക്കെ കൊടുക്കാം ഈ പൂ. പവിഴമല്ലി ഗണപതിക്കൊക്കെ പൂജിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളൊരു പൂവാണ്. ഇത് ദേവദാരു അറിയത്തില്ലേ? ദേവദാരു എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു ചെടിയാണിത്, ദേവദാരു. പിന്നീട് ഇത് നമ്മുടെ പാരിജാതം എന്ന് കേട്ടിട്ടില്ലേ? പാരിജാതം സ്വർഗത്തിലെ ചെടിയെന്നൊക്കെയാണ് പറയുന്നത്. ദൈവികമായിട്ടുള്ളൊരു പ്ലാന്റാണ് പാരിജാതം. അതാണ് ഈ പ്ലാന്റ്. പിന്നീട് ഒരു വേപ്പ് ഞാൻ ചട്ടിയിലാണ് നട്ട് വളർത്തിയിരിക്കുന്നത്. വേപ്പ് ഈ ഔഷധ സസ്യമല്ലേ, അപ്പോഴത്തേക്കൊരു വീട്ടിലൊരു വേപ്പൊക്കെ ഉണ്ടാവുന്ന നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നട്ട് വളർത്തിയിരിക്കുന്നതാണ്. ഇത് വെള്ള മന്ദാരമാണോ? മന്ദാരത്തിൻ്റെ അകത്ത് ശംഖുപുഷ്പവും കൂടെ അങ്ങ് പടർന്ന് കിടക്കുകയാണ്. വെള്ള മന്ദാരമാണ്. ഇതൊക്കെ പോട്ടിൽ നട്ട് വളർത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ ഷഫ്ലെയർ എന്നാണ് ഈ ഒരു പ്ലാന്റ് പറയുന്നത്. ഇതിനെയൊക്കെ പ്രൂൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞ് നിൽക്കുകയാണ്. പ്രൂൺ ചെയ്ത് കൊടുക്കണം. പിന്നീട് ഇത് നമ്മുടെ ബാളരേലിയ അറിയത്തില്ലേ? ഇത് നല്ല ബാൾ ഷേപ്പിലൊക്കെ തിക്കായിട്ട് വളർന്നു വരും. നമ്മൾ ഔട്ട്ഡോറായിട്ട് മുറ്റത്തിൽ നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ 2 സൈഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ എൻട്രിയുടെ 2 സൈഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ ഒരു പ്ലാന്റാണിത്.
അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനിയും കുറച്ച് പ്ലാൻസ് കൂടെ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞായറാഴ്ചയാണ്, ഇന്ന് ഈസ്റ്ററാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.